പക്ഷേ ഇന്നിപ്പോ ഏത് വീഡിയോ എടുക്കില്ല, എല്ലാ കഥ ഞാനാക്കി. ഇന്നിപ്പോ ഏത് കഥ ഇറക്കറബേ, എത്ര ആലോചിച്ചിട്ട് കിട്ടാൻ കിട്ടുന്നു. അപ്പൊ പണ്ടത്തെ ഇപ്പൊ ആരും നമ്മളെ വീഡിയോ കാണില്ല, അത് വേറെ കാര്യം. എന്നാലും നമ്മളത് കഥ ഇട്ടില്ലെങ്കിൽ ഈ കാണുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഒരു പണി പോയി. എന്നാലും ഞാനിപ്പോ ഏതാ വീഡിയോ എടുക്കുക? ഇതെന്താ പാത്തൊന്ന് പെരന്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് കുത്തിർക്കണ്. ഇന്നിപ്പോ എന്തിപ്പോ ഇവൾക്ക് പറ്റി? അതിൽ ഇന്നേരത്തെ ഓള് വീഡിയോ ഒക്കെ എടുക്കണല്ലോ, ഒരു ഒഴിവുണ്ടാവില്ല ഓളായിട്ടൊന്ന് വർത്താനം പറയാൻ. ഇനിയിപ്പോ എന്താ പെരന്റെ പുറത്ത് നിന്നിട്ട് ഭയങ്കര ആലോചനയാണല്ലോ. ഏതായാലും ഓളോന്ന് ചോദിച്ചോക്കാം. എന്നാലെന്റെ പാത്ത് ഇന്നിപ്പോ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം അപ്പൊ പുറത്ത് ഇങ്ങനെ ആലോചിച്ച് കുത്തക്കണേ. ഞാൻ അടുത്ത കഥക്കും വേണ്ടി ആലോചിക്ക. ഓലക്കന്റെ മൂട് വീട് എടുത്ത് കഴിഞ്ഞ അടുത്ത വീടൊക്കെ വേണ്ടി കഥ ആലോചിക്കാണോ? ഇവിടെ ഒന്നെ എടുക്കാൻ ഇപ്പൊ എന്താ കഥ ഇറക്കാച്ചിട്ട് ഇപ്പൊ ആലോചിച്ച് കുത്തിർക്കാണ്. അപ്പോഴാണ് ഓരോ ഒളക്കമ്മത്തെ ഓരോ ചോദ്യത്തിൽ വന്നിക്കുന്നത്. ഒന്നാടിന്റെ ആഴ്ചയോ അനുസരിച്ച് ഉള്ള വീട് വിട്ടെടുത്ത് നമുക്ക് കഥ ഇല്ലാതായിക്കണം. പിന്നെ നന്നാൽ ഇട്ടെടുക്കുന്ന വീടൊന്നും പാല് കാണാതായിക്കണം. ഇപ്പൊ പാത്തൂന് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ കട്ട ഞാനിത് കാണുന്നവർക്ക് ഒരു പരിഭവം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോ ഏത് കഥ ആലോചിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് കുത്തിറക്കാണ്. അപ്പോഴാണ് ഓരോ ഇളക്കമ്മത്തെ ഒരു ചോദ്യത്തിൽ വന്നിക്കുന്നത്. രാവിലെ തന്നെ നോണച്ച വന്നേക്കല്ല ജി. അങ്ങനെയാണല്ലേ. അപ്പൊ കഥ കിട്ടാൻ വേണ്ടി ആലോചിച്ച് കുത്തിറക്കാണല്ലേ. അതിന്റെ അടുക്കാണ് ഇപ്പൊ ഇന്റെ വരവ്. പിന്നെ ദേഷ്യം പിടിക്കാൻ പിന്നെ വേറെ എവിടേക്കും പോണ. എന്നാലേ ഞാനൊരു കാര്യം പറഞ്ഞതാ. ഈ ആഴ്ച ഉണ്ടാവുമ്പോ ഇങ്ങനെ തല പിന്നിട്ട് ഇങ്ങനെ ആലോചിക്കേണ്ട കഥ ഞാൻ നല്ലൊരു കഥ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാരും ഇറക്കി, ഇജ് മാത്രം ഇറക്കണില്ല. ഈ ഒരു കഥ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പൊന്നാരന്റെ പത്തോ ഇജ് വൈറലാവും, പിന്നെ അതിന്റെ കൂടെ നമ്മളും വൈറലാവും. അതുകൊണ്ട് ഈ കഥ ഇറക്കിക്കോ. പൊന്നാരന്റെ ആഴ്ചയിൽ തന്നെ ഞാൻ പ്രസറിൽ കുത്തിറക്കണേ. അതിന്റെ അടുക്ക് വന്നിട്ട് ഇജ് ഇങ്ങനെ കത്തിക്കാൻ നിൽക്കണ്ട. എനിക്ക് തൊള്ള കിടക്കുന്ന മൂവ്ജ് കെട്ടിട്ട് ഇജ് പെരേക്ക് പോവുള്ളൂ. പിന്നെ പാത്തു അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് പിന്നെ എനിക്ക് സങ്കടം പറയാൻ നേരം ഉണ്ടാവുള്ളൂ. അന്റെ എന്ത് കഥയാണ്? എല്ലാരും ഇറക്കി സ്ഥിതിക്ക് അതെന്ത് കഥയാണ്? ഞാൻ അറിയാത്തൊരു കഥ. എന്നാ പിന്നെ ജനക്ക് നിച്ചണെങ്കിൽ ഇജ് ആദ്യം എന്നോട് പറഞ്ഞൂടാ. ഞാൻ അങ്ങനെ ആയിരുന്നു ആലോചിക്കുക. എത്താ പിന്നെ ആ കഥ ഉള്ളത് ഒന്ന് പറഞ്ഞു തരും. എന്നാ പിന്നെ അതെങ്കിലും ചെയ്യാൻ എനിക്ക് നാളെ വീട് ഇറക്കാനാണേ. പൊന്നാരന്റെ പാത്തു ഇന്റെ അടുത്ത് കഥ ഉള്ളോണ്ടെന്നാണ് ഞാൻ എടുത്ത് വന്ന് പറയുന്നത്. ഇന്റെ ബളെ എനിക്ക് തീരെ ഒരു സമാധാന സാധനം എന്റെ അടുത്തുകൂടെ പോറ്റിയല്ല. പൊന്നാരന്റെ ബളെ യൂട്യൂബ് തുറന്നാല് ഫേസ്ബുക്ക് തുറന്നാല് ഇപ്പൊ അതിനെ പറ്റിയിട്ടുള്ളോ വീഡിയോ ഉള്ളൂ. ഇജാണ്ട് ചെയ്തോട്. അത് ശരി, ഇങ്ങനത്തെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാകുമ്പോഴല്ല അങ്ങനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തോട്. അപ്പൊ ഒരു കഥായി. പൊന്നാരന്റെ ബളെ എനിക്കറിയോ, മലപ്പുറം ലൈലാനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഫുള്ള് വീഡിയോ. ഓളിപ്പോ കൊറേ ദിവസമായി ഓളെ പൊരയിൽ ഓളെ അമ്മാന്റെ അടുത്ത് നിക്കണേ. എന്തൊക്കെയാ വീഡിയോയില് പറഞ്ഞ് മാപ്പണ്ണ തച്ചീണ, മാപ്പണ്ണ മോന്തൊക്കെ അടിച്ചീണ, മാപ്പിള ഓള ഒരു പിന്നെ ഫോണ് വെക്കുന്ന ഒരു കുന്തണ്ടല്ല അതൊക്കെ അടിച്ചീണ, അതൊക്കെ പൊട്ടിച്ചീണ, എന്തൊക്കെ പറയണ്ട് വീഡിയോയില്. അവരിട്ട വീഡിയോ ഒക്കെ നല്ലോണാണ് കേറിക്കണ്. ഇതിനെ പറ്റിയിട്ട് ഇജൊരു വീഡിയോ ഇട്ടോ. എന്നാ പിന്നെ എനക്കൊരു കഥ ആയും ചെയ്ത് കാണുന്നവർക്കൊരു രസമായി. ഇജാണ് ചെയ്തോട്. എത്താഴ്ച ഇജ്ജ് പറയണത്? മലപ്പുറയിലെ ലൈല വരെ പോയിക്കുന്ന എത്തപ്പ ഇജ്ജ് പറഞ്ഞത്? ഒന്നേരന്റെ ബളെ ജീവിതമാകുമ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അനക്കുണ്ടാവും, എനിക്കുണ്ടാവും, പറഞ്ഞ ലൈലാക്കും ഉണ്ടാവും. അതിപ്പോ ഓളിപ്പോ അതിപ്പോ പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാത്തിപ്പോ കിടന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ കണ്ട് വളർന്നിട്ടുണ്ടെങ്കിലേ അത് ശരി. നമ്മക്ക് വളർന്ന മക്കള് വലുതാവല്ലേ, അവരിപ്പോ നമ്മളെ ചാനല് കാണല്ലോ. അപ്പൊ അതിന്റെ കുറച്ചിലിപ്പോ അവർക്ക് ഉണ്ടാവുമല്ലോ. അതിച്ചിട്ട് നമ്മൾ എല്ലാം കാണൂല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ പേരയിലൊക്കെ പോയി നിൽക്കുന്ന സാധാരണയാണ്. അതിന് ചേച്ചി മൂട്ടിയിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞു നടക്കണേന് ആൾക്കാർക്ക് ഒരു തീരെ ഉണ്ടെങ്കിലോ. അവര് ചിലപ്പോ വല്ല റീച്ച് കൂട്ടാൻ വേണ്ടിട്ടോ വ്യൂസ് കൂട്ടാനും അതേപോലെ സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിട്ട് ആ പമ്പറന്നോളം ഒരു കരിയാക്കിയിട്ട് ചൂട് ചെയ്യുന്നുണ്ടാവും. ഒന്നാറുണ്ടായിച്ചോ നമ്മൾ ആ പണിക്ക് നിൽക്കൂല. ജീവിതം പല പ്രശ്നം ഉണ്ടാവും. എനിക്കെന്നെ അറിയില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരിക്കണം. ഇതിപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കണം. നമ്മളെത്തും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ മക്കള് വളർന്നു വരികയാണ്. അപ്പൊ അവർക്ക് അതിന്റെ മോശത്തരം ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ വീഡിയോയിൽ കിടന്ന് വളർത്താൻ പറ്റൂല. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സബ്സ്ക്രൈബർ എല്ലാരും എന്നെ കൂട്ടിപ്പിടിച്ച് നിർവഹിച്ചു. അതുകൊണ്ട് ഏറെ ഞാൻ പറയാത്തത്. പൊന്നാരന്റെ പത്തുവോ എന്നാ അത് ഉളക്കമ്മത്തെ ഒരു കഥ ജിന്റെ കിട്ടാ. പൊന്നാരന്റെ പത്തു ഇതിന് ചീത്ത പറയല്ലേ. ഫേസ്ബുക്കും യൂട്യൂബും തുറന്നപ്പോ ഇവളെ പറ്റിട്ടേ പറയാനുള്ളൂ. നേരാണോ പൊള്ളാന്ന് ഞമ്മക്കറിയില്ലല്ലോ. അപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ടപ്പോ ഞാൻ എന്നോടും ചെയ്യാൻ പറഞ്ഞു. അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ വേറെ ഒത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞൊക്കെ ശരിയാണ്. ജീവിതം ആകുമ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ കൊടുത്ത് വളമ്പാനും പറ്റൂല. അപ്പൊ ഓൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓള് പെരെ പോയി നിൽക്കുന്നത് സാധാരണമാണ്.
നമ്മളെ കെട്ടിയമാര് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പെരെ പോയി നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ട് വരും ചെയ്യും. അതിനിപ്പോ ഈ ഇജ്ജ് പറഞ്ഞ പോലെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് റീച്ച് കൂട്ടാനും സബ്സ്ക്രൈബ് കൂട്ടാനും ഇപ്പൊ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്കറിയില്ലേനി. ഇജ്ജ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അത്രയും ചിന്തിച്ചത്. ഞാൻ ആദ്യം ചിന്തിച്ചില്ലേനി. ഞാൻ കുറെ ഓളെ കുറ്റപ്പെടുത്തി ഞാൻ കുറെ പറഞ്ഞു ചെയ്തു എന്റെ മരക്കളോട്. മൂന്ന് കുട്ടികളായിട്ട് ഓള് പെരെ പോയി നിൽക്കണ ഓൾക്ക് എങ്ങനെ അവിടെ കിടന്നുറങ്ങാനും തിന്നാനും കുടിച്ചാനൊക്കെ പറ്റുന്നതെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്റെ മരക്കളോട്. ഇജ്ജ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത്രയും ചിന്തിച്ചത്. അത് ചിന്തിച്ചില്ലടി ഞാൻ എത്ര. ഇജ്ജ് ഏതായാലും ഇജ്ജ് ആ വീഡിയോ എടുക്കണ്ട. പാവാണ്. ഓരോരുത്തരുടെ ജീവിതം ആകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അതിനിപ്പം നമ്മൾ തലയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. നേരം എന്താ പത്ത് നമ്മൾ പറഞ്ഞിട്ട് തിരിച്ചെടുത്തിടും. അത് ഞാൻ സാറില്ലാടി ഇത് അന്തല്ലാത്ത ഓരോ വർത്താനം പറഞ്ഞല്ലേ. പിന്നെ തന്നെ യൂട്യൂബും ഫേസ്ബുക്കിലും കണ്ട ആൾക്കാരെ പറ്റി ഇപ്പൊ വീടൊക്കെ ചെയ്തതൊന്നും സത്യമല്ലടി. അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. സിനിമയിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ പാടുണ്ടോ? അതൊക്കെ സിനിമക്ക് ന്യൂസ് ആൾക്കാർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സിനിമ എടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത് നമുക്ക് പുതിയാപ്പളാർക്കും നമ്മുടെ മക്കൾക്കും അറിയുള്ളൂ. അല്ലാണ്ട് ഈ വീഡിയോ ഇറക്കുന്നവർക്കും ന്യൂസ് കിട്ടാനുള്ളവർക്കും ഈ കാണുന്നവർക്കൊന്നും നമ്മളെ പറ്റി അറിയില്ല. പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ തൊഴിലാണ്. അത് വെച്ചിട്ട് നമ്മൾ കിടന്ന് ചാടി കളിച്ചാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതം നോക്കിയിട്ട് നമ്മൾ മനംപോലെ നടക്കുക. പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കുന്നവരെ ഞാൻ പറയുന്നത് അവർക്കൊക്കെ ഒരു വീഡിയോക്ക് നമ്മൾ ഒരു പലതും ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ തെളിയണേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. പൊന്നാരൻ്റെ അയച്ചോ ഏതായാലും ജിന്നോട് പറഞ്ഞ നന്നായി. വേറെ ആരോട് ചെന്ന് പറയണ്ട പങ്കെടുന്നോളോ കഥ. എന്നാൽ നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പിറ്റന്നാളെ നമുക്ക് പഠിച്ചൊരു വേറെ രീതിയിൽ പരീക്ഷണം തരും. ആദ്യം നമ്മൾ കാലങ്ങൾ തരും പഠിച്ചം കൊടുത്തിരുന്നത്. ഇപ്പൊ അപ്പൊക്കെയാണ് പഠിച്ചം തരുന്നത്. അതുകൊണ്ട് വെള്ളം ചെറിയ ഒതുക്കിയിട്ട് പോകാൻ നോക്കി ഞാനേ നാളെക്കുള്ള വീടൊക്കെ ഉള്ള എന്തെങ്കിലും കിട്ടാൻ നോക്കട്ടെ. ഇത് എളുപ്പം ചെയ്യില്ല. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു വീട് എടുക്കാൻ പറ്റൂല. ആയിക്കോട്ടെ പാത്ത് നമ്മൾ പോവാണ്. ഞാൻ ഇവിടെ നിന്നോട് ചോദിച്ചിട്ട് നീ പണ്ട് വീഡിയോ കൊളാവണ്ട. ഇത് ഏതായാലും നാളേക്ക് വീഡിയോ ഇറക്കാനല്ല. ഇത് നല്ലോണം ആലോചിച്ചു നല്ലൊരു കഥ ഇറക്കിക്കോ. എന്നാ ശരിയടി നമ്മൾ പോവാണ്. ഇനി ഏതായാലും ഞാൻ ആരോടും പറയണില്ല. ഞാൻ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ കണ്ടാലും ഫേസ്ബുക്കിൽ കണ്ടാലും വിശ്വസിച്ചില്ല. നമ്മൾ വിശ്വസിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പക്ഷേ നമുക്ക് വേറെ രീതിയിൽ പരീക്ഷണം തരും. എന്നാ ആയിക്കോട്ടെ. ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞത് നമ്മൾ പോവാട്ടോ. ആയിക്കോട്ടെ അയച്ചു അഞ്ചി പോയിക്കോ. ഏതായാലും അയച്ചു കൊടുന്ന കഥ വല്ലാത്തൊരു കഥയിൽ പോയി. ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കും അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മോശത്തരാർക്കാ ഓർക്കും നമ്മക്കും. അപ്പൊ ഈ കാണുന്നവർ ഇപ്പൊ എല്ലാരും നമ്മളെ തെറ്റിദ്ധരിക്കൂലേ? എന്തിനാണ് ഇപ്പൊ അതിനൊക്കെ നിൽക്കുന്നത്? നമുക്ക് തന്നെ ഇഷ്ടമേണ്ടി എടുക്കാനും കൊടുക്കാനും ഇഷ്ടമേണ്ടി കാര്യമുണ്ട്. എന്നിട്ടാണ് മറ്റുള്ളവരെ ഇറച്ചി ഞാൻ നടക്കുന്നത്. ആദ്യം സ്വയം നന്നാവണം, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കണം. അപ്പൊ മുത്തുമണിയായി നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാ ഇതിനെ പറ്റിയിട്ട് ഇന്നത്തെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അയച്ചു കേട്ടോ. ഞാനിത് ഒരാൾ പറഞ്ഞിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ എന്നോട് പറഞ്ഞു തരുന്നത്. ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മോശത്തരം എന്തായാലും ഉണ്ടാവും. നമ്മൾ മക്കള് വലുതായി വരുമ്പോ അവര് നമ്മളെ ചാനൽ കാണും. അപ്പൊ അതിന്റെ കുറച്ചിലൊക്കെ ഓർക്കും ഉണ്ടാവും. പിന്നെ നമ്മൾ മലപ്പുറം ലൈലാനെ പറ്റിയിട്ട് ഇപ്പൊ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ പല രീതിയിലുള്ള വീഡിയോ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിലും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ കാര്യമില്ലാതെ ഒരിക്കലും ഒരാളെ പറ്റി വീഡിയോ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വ്യൂസും അതേപോലെ സബ്സ്ക്രൈബറും അതിന് എന്തെങ്കിലും ഒരു ഡോളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാവും തല കുത്തിയിട്ട് പല രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഒരാളെ പറ്റി പൂർണ്ണമായി ഒരാളെ ഒന്നും ആലോചിക്കാതെ ഒരു കാര്യത്തിനും ഒരാളെ വീഡിയോ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. എന്താന്ന് പറഞ്ഞാല് നമുക്ക് ജീവിതം പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് അവരെ കുട്ടികൾക്കും അവരെ മക്കൾക്കും അവരെ കുടുംബക്കാർക്കും അറിയാം. ഈ വീഡിയോസ് എടുക്കുന്ന ഈ വീഡിയോ യൂട്യൂബർമാർക്കും അതേപോലെ വീഡിയോ ഇരുന്ന് കാണുന്ന പെരക്കാർക്കും പുറത്തു നിൽക്കുന്ന ആൾക്കാർക്കും അവർക്കൊന്നും ഇതിനെ പറ്റി അറിയില്ല. അപ്പൊ അറിയാത്ത ആൾക്കാരും പോയി ചൊറിയാൻ നിൽക്കണ്ട. അവരാളെ ആലേ വിധിച്ചിട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. പിന്നെ ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്നെ കിടന്നിട്ട് ചൊറിയാൻ ആരും വരും വേണ്ട. ഞാൻ ഇന്നെ ചൊറിയാൻ വന്ന ആള് നല്ലോണം മാറ്റി കൊടുക്കും. എന്താന്ന് പറഞ്ഞാല് അവരാടെ കാര്യം നോക്കി നടന്നിട്ട് ജീവിതം മുന്നോട്ട് പോവുക. എന്നാൽ അവരാടെ പേരിൽ കുറെ ഇഷ്ടംപോലെ പണിയും കാര്യങ്ങളുണ്ടാവും. അതിന്റെ ഒക്കെ ഓരോരുത്തർ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ആ പണിയൊക്കെ അവിടെ കേട്ട് കുട്ടികളെ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടുണ്ടാവുമ്പോ മറ്റുള്ളവരെ ഒരു ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടാവും ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവരോടെ പറയാം. അപ്പൊ സ്വന്തമായിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുക. മറ്റുള്ളവർ ഇനിയിപ്പോ എന്താക്കുക ആയിക്കോട്ടെ അതിനെ പറ്റിട്ട് എന്തിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്? നമുക്ക് അതിനെ പറ്റിയിട്ട് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ വെറുതെ ആലോചിച്ചിട്ട് നമുക്ക് വെച്ചാൽ അറ്റാക്കോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവരാടെ കാര്യം ആലോചിച്ചിട്ട് പിന്നെ വീഡിയോസ് ചെയ്യുക. മറ്റുള്ളവരെ പരമാവധി തിന്നൽ ഒഴിവാക്കുക. എന്തായാലും ഇൻഷാ അല്ലാഹ്
മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ കുറ്റം പറയാല്, മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ അടുത്ത് നിന്ന് നമുക്ക് ഉടനെ തന്നെ മറുപടി വരും. അപ്പൊ ആദ്യം വാങ്ങിയേക്കാതെ ഇരിക്കുക. അപ്പൊ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ വീഡിയോ ഇറക്കാൻ പോണം. നാളെ ഈ ഒരു വീഡിയോ ഇറക്കാൻ പോണ കുറെ വ്യക്തികളുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ക്ലാസ് ആവട്ടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചിട്ടപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോ യൂട്യൂബിൽ വന്നപ്പോ ഒരു വീഡിയോ കണ്ടിട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. നമ്മളെല്ലാരും സത്യം പറഞ്ഞാൽ നല്ല ഇടങ്ങേറ് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നമ്മൾ എത്തിയത്. പക്ഷെ ഞാൻ പറയും എന്റെ കഥക്കെ എന്നോട് പറയുകയാണെങ്കിൽ എല്ലാ മുത്തുമണകളും ഇന്നെ കെട്ടിപ്പിടിച്ചു നിലവിളിച്ചു. അതുകൊണ്ട് തന്നെ വേറെ ഞാൻ പറയാത്ത നേരത്തെ അയച്ചനോട് പറഞ്ഞത്. അപ്പൊ ആ സിമ്പതി വേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാനൊന്നും വളമ്പാത്തത്. ഞാനൊക്കെ വളമ്പിട്ടുണ്ടെങ്കിൽ പൊന്നാരന്റെ മക്കളെ ഇന്നലെ ഞാനും അടക്കം നിലവിളിക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ടാ ചോദിച്ചു. എനിക്ക് ഈ മറ്റുള്ളവർ കണ്ണ് നിലവിളിച്ചൊന്നും വെച്ച് പറ്റൂല. ആദ്യം നമ്മൾ നിലവിളിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കിക്കുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും ഒരു വീഡിയോ ഷെയർ ചെയ്തെടുത്തിട്ട് എല്ലാ മുത്തുമണ്ണിലേക്ക് എത്തിക്കണം. ഇതിനെ ചൊല്ലിട്ട് ഞാനും എന്നെ വെറുപ്പ് കഴിച്ചത് നമ്മളുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മളും പെണ്ണാണ് അവരും പെണ്ണാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്. അവിടെ പഠിച്ച എല്ലാ മനുഷ്യന്മാരും അല്ലേ. എത്ര മക്കളെ മറ്റുള്ളവരെ അരച്ചു നിൽക്കുന്നത്. എല്ലാ കാലം നല്ലപോലെ കൂട്ടി പിടിച്ചിട്ട് എല്ലാവരും ഒത്തിരുമേൽ കഴിഞ്ഞ് പോയിക്കോളി. എനിക്കുള്ള കാലം മുഴുവൻ അതൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്നലെ നാളെ നമ്മൾ മരിച്ചു പോകണ്ടാണ്. ഇപ്പൊ ഞാൻ ഈ എന്നോട് വർത്തമാനം പറയണ്ടല്ലോ. കേൾക്ക് കുറച്ചോനെ പിന്നെ മലപ്പുറം ആള് മരിച്ചിരുന്നു. ഇതൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ. അങ്ങനത്തെ കാലഘട്ടമാണ്. നമ്മൾ ഒരു നിമിഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങോട്ട് പഠിച്ചാൽ വിചാരിക്കും. അപ്പൊ എന്തിനാണ് മക്കളെ കുറ്റും കൂടെയൊക്കെ നടക്കുന്നത്? അവരാൾ ആലോചിച്ചിട്ട് നടന്നോളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ വീണ്ടും വരട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.